കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ ഒരു കർവിൻ്റെത് കണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 3ax(y) എന്ന് പറയുന്ന കർവിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് ദ പോയിന്റ് 3a/2 3a/2 ആയിരുന്നു. അടുത്തതായിട്ട് xy² ഈക്വൽ ടു a ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു കർവിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് ദ പോയിന്റ് a0 എന്താണ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? നോർമൽ ആയിട്ട് തന്നെ xy² ഈക്വൽ ടു a ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ആണ്. ഇവിടുന്ന് നമ്മൾ എന്ത് കാണണം? ഡെറിവേറ്റീവ് dy/dx y1 ഉം y2 ഉം കാണണം. എന്താണ് y1 വരിക? y1 ഈക്വൽ ടു dy/dx എന്താണെന്ന് കാണണം. അതുപോലെ y2 ഈക്വൽ ടു d²y/dx² കാണണം. അപ്പൊ ഇതിൽ ആദ്യം y1 കാണുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? xy² മൈനസ് ഈക്വൽ ടു, so we have our function xy² equal to a cube minus x cube ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് എന്താവും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y² 2y ഇൻറ്റു dy/dx പ്ലസ് y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1 ഈക്വൽ ടു a ക്യൂബ്, അത് കോൺസ്റ്റന്റ് ആണ്, 0 മൈനസ് 3x² എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദാറ്റ് ഇംപ്ലൈസ് dy/dx ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? മൈനസ് 3x². ഇവിടെ എന്താണ്? ഒരു ഈ y² റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് y² ഡിവൈഡഡ് ബൈ എന്ത് വരും? 2xy എന്ന് വരും. സോ dy/dx ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? dy/dx ഈക്വൽ ടു മൈനസ് 3x² മൈനസ് y² ബൈ 2xy എന്നാണ് വരിക. dy/dx ഈക്വൽ ടു, അത് ഇവിടെ വേറെ രീതിയിൽ എഴുതി, രണ്ടും സെയിം തന്നെയാണ്. മൈനസ് a ക്യൂബ് ബൈ 2x²y മൈനസ് xy, അത് ഇതേ സാധനം തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? dy/dx ഈക്വൽ ടു മൈനസ് 3x² മൈനസ് y² ബൈ 2xy എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താ? അറ്റ് ഏത് പോയിന്റിലാണ് നമുക്ക് dy/dx കാണേണ്ടത്? dy/dx അറ്റ് a0. സോ dy/dx അറ്റ് a0 എന്ത് വരും? മുകളിൽ a0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് 3a² മൈനസ് 0 ഡിവൈഡഡ് ബൈ 0 എന്ന് പറയും. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും ഈ കേസിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്? a0 എന്ന് പറയുന്ന പോയിന്റില് എന്താണ് സംഭവിക്കുന്നത്? dy/dx എവിടേക്കാണ് ടെൻഡ് ചെയ്യുന്നത്? dy/dx ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ റേഡിയസ് ഓഫ് കൺവെർജൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? എക്സ് ഈക്വൽ ടു നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ എങ്ങനെയാ ജസ്റ്റ് എഴുതാറ്? ഗിവൺ ഫംഗ്ഷൻ y ഈക്വൽ ടു f of x എന്നാണ്, അല്ലെ? y ഈക്വൽ ടു f of x. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? x ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതുപോലെ y ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഈ ഫംഗ്ഷൻ ഒന്ന് റീറൈറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഇതേ ഫംഗ്ഷൻ റീഅറേഞ്ച്, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, xy² ഈക്വൽ ടു a ക്യൂബ്. ഇവിടെ എന്താണ്? നമ്മൾ y ഈക്വൽ ടു y² ഈക്വൽ ടു a ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു ഫംഗ്ഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ ഏതാ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? y ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വൈനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് എന്ത്? എക്സ്. എക്സ് എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാറ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള എടുക്കുന്ന കേസിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ് എന്നുള്ള ഫോമിൽ എടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരിക? y ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരിക. ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ് വരിക? എക്സ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ വരിക. അപ്പൊ ഈ കേസിൽ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? അതായത് റോ ഈക്വൽ ടു എന്താണ്? റോ ഈക്വൽ ടു നോർമൽ ആയിട്ട് നമ്മുടെ റോ എന്താണ് വരിക? 1 പ്ലസ് y1² അതായത് dy/dx ഹോൾ സ്ക്വയർ റേസ് ടു 3/2 divided by
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് വരിക. ഇത് ഏത് കേസിലാണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കേസിലാണ്. നമുക്ക് എന്താണുള്ളത്? എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം? റോ ഈക്വൽ ടു 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ. കാരണം അവിടെ എന്താണ്? എക്സ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, വൈ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ഡി എക്സ് ബൈ ഡി വൈ ഹോൾ സ്ക്വയർ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ. കാരണം എന്താണ്? y ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇത് ഏത് കേസിലാണ്? എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നുള്ള കേസിൽ. അപ്പൊ ഇവിടെ എന്താണ്? ഈ ഫോർമുല നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ എന്താണ്? അറ്റ് എ സീറോയിൽ നമുക്ക് ഇൻഫിനിറ്റി ആണ് കാണുന്നത്. അപ്പൊ ഏത് ഫോർമുല ഉപയോഗിക്കണം? സെക്കൻഡ് ഫോർമുല ഉപയോഗിക്കാം. ഏത് രീതിയിൽ? എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നുള്ള ഫോർമുല. വൈ ഇൻഡിപെൻഡന്റ് വേരിയബിളും എക്സ് ഡിപെൻഡന്റ് വേരിയബിളും ആയിട്ടുള്ള. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്? ഡി എക്സ് ബൈ ഡി വൈ ആണ് കാണേണ്ടത്. ഡി എക്സ് ബൈ ഡി വൈ. അപ്പൊ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു എ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ആണ്. എ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ്. അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് എന്താ ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എന്ത് കാണുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. കാരണം എന്താണ്? വൈ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എന്താ പറയുക? 2y സ്ക്വയർ. സോറി 2y. കാരണം എന്താ? അത്ര മാത്രം മതി. കാരണം വൈ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. പ്ലസ് അല്ലെ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ വരിക? 1 ഇൻറ്റു, പക്ഷെ 1 പോരാ, എന്ത് വേണം? ഡി എക്സ് ബൈ ഡി വൈ വേണം. കാരണം എന്താ? വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ എഴുതുക? 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. കാരണം എന്തായിരുന്നു? ഇവിടെ വൈ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇവിടെ വൈക്ക് പകരം ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ? എക്സ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതും? 1 ഇൻറ്റു ഡി എക്സ് ബൈ ഏതിനെയാണ് എക്സ് ഡിപെൻഡന്റ്? വൈനെയാണ്. സോ 1 ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ എന്ന് എഴുതാം. ഈക്വൽ ടു 0 മൈനസ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ ഇൻറ്റു എക്സ് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? വൈനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡി എക്സ് ബൈ ഡി വൈ. ദാറ്റ് ഇംപ്ലൈസ് എങ്ങനെ എഴുതാം? 2xy പ്ലസ് y സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു മൈനസ് 3x സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ എന്ന് എഴുതാം. ഇതിൽ നിന്ന് എന്ത് എഴുതാം? ഡി എക്സ് ബൈ ഡി വൈ എന്താണ്? ഓർ y സ്ക്വയർ പ്ലസ് ഇതിനെങ്ങോട്ട് കൊണ്ടുവരാം? 3x സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 2xy എന്ന് വരും. ഓർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് 2xy ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ വരും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് അറ്റ് ദ പോയിന്റ് a0 നമുക്ക് എന്താണ് കിട്ടുക? ദാറ്റ് ഇംപ്ലൈസ് അറ്റ് ദ പോയിന്റ് a0 dy by dx എന്താണ് വരിക? ഓർ dy by dx at a0 എന്താ വരിക? 0 ഡിവൈഡഡ് ബൈ എക്സിന് എന്താണ്? എയും കൊടുക്കണം, വൈക്ക് 0യും കൊടുക്കണം. സോ 0 പ്ലസ് 3a സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ dy by dx at a0, സോറി dy by dx അല്ല, dx ഇവിടെ dy by dx ആണെന്ന് എല്ലായിടത്തും എഴുതി അല്ലേ? dx by dy ആണ് കേട്ടോ. ഇത് dx by dy ആണ്. So this is dx by dy. dx by dy. അപ്പോൾ എന്താണ് dx by dy എന്ത് വരും? dx by dy at a0 equal to 0 എന്ന് കിട്ടി. ഇനി ഇതുപോലെ എന്ത് കാണണം? d സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ കാണണം. അതെങ്ങനെയാണ്? d സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ. ഇതിനെന്ത് ചെയ്യുക? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഏതിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് എന്താ പറയുക? dy by dx equal to, സോറി dy by dx അല്ല, dx by dy equal to minus 2xy divided by 3x square plus y square ആണ്. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? d സ്ക്വയർ എക്സ് ബൈ dy സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ ഇൻറ്റു, ദാറ്റ് ഈസ്
3x square plus y square into derivative of numerator എന്നാണ് വരിക. -2 കോൺസ്റ്റന്റ് ആണ്. -2 into first function x into derivative of second, that is y ന്റെ derivative എന്താണ് 1 plus second function y into derivative of first one എന്താണ് വരിക dx by dy. കാരണം എന്താണ് x ആണ് ഡിപെൻഡന്റ് വേരിയബിൾ, y ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, മൈനസ് then numerator into എന്താണ് numerator വരിക -2xy. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ് 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക 6x into dx by dy plus 2y എന്ന് വരും. 2y all divided by 3x square plus y square whole square വരും. അങ്ങനെയാണെങ്കിൽ d square x by dy square at a0 എന്ത് വരും equal to 3x square, that is 3a square plus 0 into -2 into x എന്താണ് a plus y എന്താണ് 0 ആണ്. So 0 into dy by dx minus 2xy, y 0 ആയതുകൊണ്ട് എന്താവും ഈ ടേം മൊത്തത്തിൽ 0 divided by 3a square whole square എന്ന് വരും. ഇതെന്താ വരിക that's equal to എന്ത് വരും ഇവിടെ 3a square ഉണ്ട് അല്ലേ 3a square into ഇവിടെ എന്താണ് -2a ഉണ്ട്. സോ എന്ത് വരും -3 into 2 6 വരും a square into a cube വരും -6a cube divided by ഇവിടെ എന്ത് വരും 9a raised to 4 എന്ന് വരും. അപ്പോൾ ഇതെന്താ that's equal to എന്ത് വരും so that implies d square x by dy square at a0 equal to എന്ത് വരും -3a by 2 sorry minus എന്താണ് വരിക -2 divided by 3a എന്ന് വരും -2 divided by 3a. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി d square x by dy square എന്ത് കിട്ടി -2 by 3a യും dy by dx at 0 0 equal to 0 യും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താ പറയുക rho equal to radius of curvature rho equal to 1 plus dx by dy at a0 whole square whole raised to 3 by 2 divided by d square x by dy square at a0 എന്ത് വരും this is equal to 1 plus ഇത് 0 ആണ് whole raised to 3 by 2 divided by -2 by 3a എന്ന് വരും. എന്താണ് വരിക that's equal to -3a by 2 എന്ന് വരും. ഇവിടെ റോ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുക മാഗ്നിറ്റ്യൂഡ് എന്താ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അപ്പം എന്താ മോഡുലസ് എടുത്താൽ മതി. സോ ദാറ്റ് ഇംപ്ലൈസ് വി വിൽ ഗെറ്റ് റോ. കാരണം എന്താ റോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് 3a by 2. 3a by 2 ഇതാണ് ഇതിന്റെ എന്ത് വരിക റേഡിയസ് ഓഫ് കർവേച്ചർ വരിക. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യാം.